ഗുഡ് മോർണിംഗ്. ഇന്ന് സ്കൂളുള്ള ദിവസത്തെ ഒരു രാവിലെയാണ് കേട്ടോ. അടുക്കളയിലോട്ട് വരാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് ലേറ്റായി പോയിട്ടുണ്ടായിരുന്നു. പോരാത്തതിന് ചോറ് കൊടുത്തുവിടാമെന്ന് വിചാരിച്ചു. സാധാരണ ഒരു കാപ്പിയാണ് കൊണ്ടുപോകുന്നത്, ഇത് ചോറാക്കിയാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇന്ന് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. പുട്ടുണ്ടാക്കുമ്പോഴത്തേക്കും അന്നത്തെ ദിവസം ഞാൻ ചോറാണ് സ്കൂളിൽ കൊടുത്തു വിടുന്നത്. ധൃതിയിൽ ഞാൻ പാക്കറ്റ് പൊട്ടിച്ചത് ഈ മാവെല്ലാം ഇങ്ങനെ കുടഞ്ഞു വാരി പാത്രത്തിൻ്റെ അകത്തോട്ട് ഇടുമ്പോൾ എനിക്ക് മനസ്സിലായില്ല 8ൻ്റെ പണിയാണ് ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. സംഭവമൊക്കെ പാത്രത്തിൻ്റെ അകത്താക്കി ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കി ഉപ്പൊക്കെ ഇട്ട് അടച്ച് മാറ്റി വെച്ചു. കുറച്ച് നേരം നമുക്ക് കുതിർന്ന് കിട്ടണമല്ലോ പുട്ടവിക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ വിചാരിച്ച് നമ്മൾ എല്ലാം സെറ്റാക്കി കുറച്ച് അടച്ച് മാറ്റി വെച്ചതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ചെയ്തത് വലിയൊരു മണ്ടത്തരമാണ്. ഇനി എല്ലാം സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള കാര്യം. മാവ് ഇങ്ങനെ തുറന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് കേട്ടോ. എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ആദ്യം ഞാൻ കുറച്ച് നേരം ചിന്തിച്ചു. പിന്നെയാണ് മനസ്സിലായത് പുട്ടുപൊടിക്ക് പകരം റവയാണ് കേസ് ഞാൻ എടുത്തിട്ടിട്ട് ചൂടുവെള്ളം ഒഴിച്ച് ഇതുപോലെ കോത്ത് വെച്ചേക്കുന്നത്. പിന്നെ അതെന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് വീണ്ടും ഞാൻ പുട്ടുപൊടി എടുത്തിട്ട് അതിനെ ഒന്ന് സെറ്റാക്കി വെച്ച്. ഇതെൻ്റെ തെറ്റാണോ എന്ന് ചോദിച്ചാൽ ഇതേ 2 കവറും കണ്ടോ ഒരേപോലെയാണ് കേസിരിക്കുന്നത്. ഒരമ്മ പിറ്റ മക്കളായിരുന്നു, പേര് മാത്രമേ മാറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. ആ പേര് വായിക്കാൻ വേണ്ടിയിട്ട് മത്തങ്ങ പോലെ കണ്ണുണ്ടായ പോരാ കാണണം എന്ന് പറയില്ലേ, ആ സംഭവം ഞാൻ ചെയ്തില്ല കേസ്, അതാണ് പറ്റിയത്. ഓക്കെ, എന്തായാലും ആ പൊടി കുതിരുന്ന സമയം കൊണ്ട് ഞാനൊരു പരിപ്പ് സെറ്റാക്കുന്നുണ്ട്. ചോറും പരിപ്പും മുട്ട പൊരിച്ചതും അച്ചാറും ഒക്കെ ആയിട്ടാണ് ഇന്ന് സ്കൂളിൽ കൊടുത്തുവിടാമെന്ന് ഉദ്ദേശിക്കുന്നത്. അന്നമ്മയ്ക്ക് തീരെ ഇഷ്ടമല്ല ചോറ് കൊണ്ടുപോകുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ പരിപ്പ് കറിയാണ് കൊടുത്തുവിടുന്നതെങ്കിൽ പറയും വേണ്ട കേട്ടോ, അതുപോലെ അടച്ച് അവൾ എനിക്ക് കൊണ്ടുതരും. എന്നാലും ഞാൻ കൊടുത്തുവിടും കേട്ടോ, എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ സെറ്റാക്കി ചോറിന് വേണ്ടിയിട്ടുള്ളതൊക്കെ സെറ്റാക്കിയതിന് ശേഷം പുട്ടുണ്ടാക്കി അവർക്ക് കഴിക്കാൻ കൊടുത്തു കേട്ടോ. എന്തായാലും റവ വെള്ളത്തിൽ ഒഴിച്ച് കോത്ത് വെച്ചേക്കുന്നത് ഇനി എന്ത് ചെയ്യണം എന്ന് ഉമ്മച്ചി വിളിച്ചിട്ട് ചോദിക്കണം. ഇവിടെ പുട്ടും പപ്പടവും ഇന്നലെ വാങ്ങിച്ച കുറച്ച് ചിക്കൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഒക്കെ കൂട്ടിയിട്ട് അവർ ഫുഡ് കഴിച്ചു കേട്ടോ.